ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനന്തവിശാലമായ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇതിലായിരക്കണക്കിന് ജീവജാലങ്ങളെ പടച്ചുവെച്ച, അതിലേറ്റവും മനോഹരമായി മനുഷ്യനെ സൃഷ്ടിച്ച, അവൻ്റെ ഇഹപര ജീവിത വിജയത്തിനാവശ്യമായ മാർഗദർശനമായി വിശുദ്ധ ഖുർആനിനെ നൽകിയ അള്ളാഹുവിന് സർവസ്തുതികളും. ലോകത്തിന് ആത്മീയതയുടെയും സാമൂഹികതയുടെയും കരുണയുടെയും നീതിയുടെയും വിനയത്തിൻ്റെയും ധീരതയുടെയും പാഠങ്ങൾ പകർന്നു നൽകിയ പ്രിയ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫൈസൽ സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും നമ്മളുടെ ഈ ഒരുമിച്ചിരുത്തവുമെല്ലാം വരുംകാല ജീവിതത്തിൽ വെളിച്ചമായി മാറാൻ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് വളരെ സന്തോഷം നൽകുന്ന ഒരു സദസ്സാണ്. നാട്ടിലൊക്കെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരിപാടികളും അല്ലെങ്കിൽ പൊതുവെ കുടുംബവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ അതിൻ്റെ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടാവുക. വളരെ കുറച്ച് പുരുഷന്മാരെയൊക്കെ കുടുംബ പരിപാടികളിലൊക്കെ അങ്ങനെ കാണാറുള്ളൂ. കാരണം പൊതുവെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ പെണ്ണുങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നൊരു മനോഭാവത്തിലായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ വ്യത്യസ്തമായി കൂടുതൽ പുരുഷന്മാരുള്ള ഒരു സദസ്സ് ഒരുപാട് സന്തോഷമുള്ളതാണ്. അതുപോലെ നേരത്തെ ഇവിടെ സമ്മാനം വിതരണം ചെയ്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കുടുംബ പരിപാടികളെ പോലെ തന്നെയാണ് ഈ ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിൽ നാട്ടിലൊക്കെ ധാരാളമായിട്ടത് സ്ത്രീകൾക്കുള്ള ഒരു പരിപാടി എന്ന നിലക്കാണ് അത് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ പരിപാടികളിലും അതുപോലെ അതിൻ്റെ പരീക്ഷകളിലൊക്കെ അവരാണ് എപ്പോഴും സമ്മാനം വാങ്ങാറുള്ളത്. ഇവിടെ സമ്മാനം വാങ്ങിയ 3 ആളുകളും പുരുഷന്മാരാണ് എന്നൊരു പ്രത്യേകത ഇതിൽ കണ്ടു. അത് ചിലപ്പോൾ പുരുഷന്മാർ കുറച്ച് ഉഷാറാവട്ടെ എന്ന് കരുതി സ്ത്രീകൾ വിട്ടുകൊടുത്തതാണോ എന്നറിയില്ല. ഏതായാലും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും സന്തോഷവും അതിൽ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ. സുന്നത്തായ നമസ്കാരത്തെക്കാളും സുന്നത്ത് നോമ്പിനേക്കാളും ഐച്ഛികമായ ദാനധർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബലായ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് സ്വഹാബിമാർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ലാഹു ദാത്തിൽ ബൈൻ ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിക. നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെയൊക്കെ ഏറ്റവും നന്നാക്കുക, ഏറ്റവും മെച്ചപ്പെടുത്തുക. കാരണം ബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ നന്മകളെയും ഇല്ലാതാക്കി കളയും എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള അതിൻ്റെ ഭദ്രതയും അതിൻ്റെ ബന്ധങ്ങളെയും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്യാമ്പയിനും അതിലെ സംസാരങ്ങളുമൊക്കെ ഏറെ പ്രതിഫലാർഹമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ഇസ്ലാം ഇത്രയേറെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംസാരിക്കുന്നത്? കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അത് ഏറ്റവും ഭദ്രമായിരിക്കുമ്പോൾ, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഭൗതിക അർത്ഥത്തിലും അതുപോലെ തന്നെ ദീനീപരമായ ആത്മീയമായ അർത്ഥത്തിലും ഒരുപാട് ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ചെലവഴിക്കേണ്ടത് എന്നവർ ചോദിക്കുന്നു.
അവരോട് പറയുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ വൽ യതാമ വൽ മസാകീനി വബ്നിസ് സബീൽ. അതായത് എന്ത് ചെലവഴിക്കണം എന്ന് അള്ളാഹു വിശദീകരിക്കാതെ നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണ് എങ്കിലും അത് കൊടുക്കേണ്ടതിൻ്റെ ഒരു മുൻഗണനയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയണം. ആ പ്രിയോറിറ്റി ലിസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ അതിൽ ആദ്യം പറയുന്നത് മാതാപിതാക്കളെ കുറിച്ചാണ്. നിങ്ങൾ എന്ത് കൊടുക്കുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളെ ആദ്യം പരിഗണിക്കുക, പിന്നീട് നിങ്ങളുടെ കുടുംബക്കാരെ, ബന്ധുക്കളെ പരിഗണിക്കുക, പിന്നീടാണ് യതീമുകള്, മിസ്കീനുകള് ഒക്കെ ആ ഒരു ലിസ്റ്റിൽ വരുന്നതും. ചിലപ്പോൾ നമ്മൾ ആലോചിച്ചേക്കാം, എന്താണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? സാധാരണ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്, അത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കുടുംബക്കാർക്കല്ലാതെ പുറത്തു കൊടുക്കുന്നതിനെ കുറച്ചുകൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം മറ്റേതൊരു സ്വാർത്ഥതയായി പോലെ നമ്മളെ തന്നെ ആളുകൾക്ക് കൊടുക്കുക, അതിനപ്പുറം പുറത്തു കൊടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നത് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഒക്കെ കഴിഞ്ഞിട്ടാണ് യതീമുകളുടെയും മിസ്കീനുകളുടെയൊക്കെ കാര്യം പറയുന്നത്. അത് കുടുംബ ബന്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. ആ കുടുംബം പല അർത്ഥത്തിൽ വിശാലമായ കുടുംബങ്ങളായിരിക്കും, പല വേരുകളായിട്ട് പടർന്നു പന്തലിച്ചിട്ടുണ്ടാകും. ഏതൊരു മനുഷ്യനും ഒരു കുടുംബത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നത്തെ, ഒരു പ്രയാസത്തെ ആ കുടുംബം തന്നെ തീരുമാനിച്ചാൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത്രയും ഭദ്രമായ ഒരു സംവിധാനം കുടുംബ വ്യവസ്ഥക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെയുള്ള പരമാവധി പ്രശ്നങ്ങൾ ആ കുടുംബത്തിലൂടെ തന്നെ പരിഹരിച്ചു പോകും എന്നതുകൊണ്ടുകൂടിയാകാം അത്തരത്തിൽ സാമ്പത്തികമായി ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ബന്ധുക്കളെ ആ ഒരു മുൻഗണനാ ലിസ്റ്റിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക. കാരണം അങ്ങനെയുള്ള ഒരു ഭദ്രമായ ഒരു സംവിധാനം ആകുമ്പോൾ ഭൗതികമായ അർത്ഥത്തിൽ തന്നെ പല രൂപത്തിൽ അത് വലിയ അർത്ഥത്തിൽ ആ ബന്ധം മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നു എന്നതാണ്. ഇനി കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു അനുഗ്രഹമാണ്, നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം. അത് ഇല്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ വില നമുക്കറിയാം. ഒരുപാട് മനുഷ്യന്മാരുണ്ട്, സ്വന്തമെന്ന് പറയാൻ ഒരാളുമില്ലാത്ത ഒരുപാട് മനുഷ്യർ. അവിടെയാണ് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് തണലേകാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് സ്വന്തമെന്ന് പറയാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് റബ്ബിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. നമ്മളുടെ ജീവിതത്തില് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു കേന്ദ്രമായി, ഒരു പ്രഭവമായി കുടുംബങ്ങൾ മാറുന്നത് അങ്ങനെയാണ്. അപ്പൊ സമാധാനവും സന്തോഷവും കിട്ടേണ്ട ഇടം, അതാണ് കുടുംബം എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്. അത് വളരെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്, സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനും വിശ്വാസികളുടെ പ്രാർത്ഥന എടുത്തു പറയുന്ന സമയത്ത് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഒക്കെ നമുക്ക് കിട്ടേണ്ടത് ഈ സന്തോഷമാണ്. ഈ ദുനിയാവിൽ ഒരു മാനസികമായ ഒരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു കാരണമായിട്ട് കുടുംബങ്ങൾ മാറുന്നു എന്നതാണ്. അപ്പൊ ഒരു കുടുംബം കൊണ്ട് നമുക്കുണ്ടാവേണ്ടത് ഈ സന്തോഷവും സമാധാനവുമാണ് എന്ന് ഇസ്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രമാണോ കുടുംബത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല എന്നുള്ളതാണ്. നമുക്ക് സന്തോഷം കിട്ടാൻ, നമുക്ക് സമാധാനം കിട്ടാൻ ഉള്ള ഒരു ഇടം എന്നത് മാത്രമല്ല കുടുംബ സംവിധാനത്തിന്റെ പ്രത്യേകത. മറിച്ച് അതിലപ്പുറം ദീനിയായി ഒരുപാട് തരത്തിൽ അത് നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇസ്ലാം ഈ ഓരോ മനുഷ്യനിലും ഉണ്ടാവേണ്ട മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ഉന്നതമായ ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം ഒരു വ്യക്തിയിലും ഒരു സമൂഹത്തിലുമൊക്കെ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ എന്ന് പറയുന്നതിനെ സമർപ്പിക്കുമ്പോൾ ആ മൂല്യങ്ങൾ രൂപപ്പെടേണ്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടാണ് ഇസ്ലാം കുടുംബത്തെ കാണുന്നത്. കാരണം ഒരു കുട്ടിയിൽ വളർന്നു വരുന്ന ഒരാളിൽ രൂപപ്പെടേണ്ട നന്മകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളും ഗുണങ്ങളുമൊക്കെ രൂപപ്പെടേണ്ട അടിസ്ഥാനപരമായ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബ ബന്ധം ഏറ്റവും സുന്ദരമാകുമ്പോൾ, ആ കുടുംബാന്തരീക്ഷം ഇസ്ലാമികമായി മാറുമ്പോൾ അവിടെ വളരുന്ന ആളുകളിലും ആ ഇസ്ലാം ഉണ്ടാകും, ആ ഗുണങ്ങളുണ്ടാകും, ആ മൂല്യങ്ങളുണ്ടാകും. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂണിറ്റാണ്, ഒരു സംവിധാനമാണ് കുടുംബം
എന്നുകൂടിയാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ഒരു കുടുംബനാഥൻ എന്ന നിലക്കും അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ ആളുകൾ എന്ന നിലക്കും ആ കുടുംബത്തിന് കീഴിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയുടെ ഇസ്ലാമികമായ സംസ്കാരത്തിൻ്റെയും അവരുടെ സ്വഭാവ ഗുണങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് നമ്മളുടെ വീടുകളാണ്, നമ്മളുടെ കുടുംബങ്ങളാണ് എന്നുകൂടി നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മളിപ്പോ ഹജ്ജിന്റെ മാസങ്ങളിലാണുള്ളത്. ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും നമ്മളുടെ മുന്നിലേക്ക് തരുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചിത്രം മാത്രമല്ലല്ലോ, മറിച്ച് ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അവിടെ ഹാജറ ബീവിയുണ്ട്, അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഉണ്ട്. ഇവരൊക്കെ അടങ്ങിയ ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് പലപ്പോഴും ആ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ആ സ്നേഹത്തെക്കുറിച്ച്, കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയതിനെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അതേസമയം അവരുടെ ആ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതയും അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യവും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ട് കൂടിയാണ്. അത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നത് ഇണയെയും കുഞ്ഞിനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനാണ്. ആ കൽപ്പനയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റെടുക്കുകയാണ്. അവരെ ഒറ്റക്ക് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പിതാവിന് അവരോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന, ദീനിന്റെ താല്പര്യം, അതിനെ മുൻനിർത്തിയിട്ടാണ് അവരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. ഹാജറ ബീവി അത് ഏറ്റെടുക്കുന്നത് അതേ മാനസികാവസ്ഥയിലാണ്. കാരണം അവിടെ രൂപപ്പെടാനിരിക്കുന്ന മഹത്തായ മക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെടേണ്ട ഒരു നാഗരികതയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആ മഹത്തായ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും തുടക്കത്തിനുള്ള ഒരു നിയോഗമാണ് ഹാജറ ബീവിയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടുകൂടി അവരത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അവരെ അവിടെ ആക്കി പോരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതൊരു പിതാവിന്റെ വാത്സല്യം നിറഞ്ഞ പ്രാർത്ഥനയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ, ഒരു കൃഷിയുമില്ലാത്ത, ഭക്ഷണത്തിനൊരു വകുപ്പുമില്ലാത്ത, ഒരു മനുഷ്യരുമില്ലാത്ത ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവരെ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവർക്ക് നീ ഭക്ഷണം നൽകണം. അതുപോലെ തന്നെ ആരോരുമില്ലാത്ത ഈ പ്രദേശത്തിലേക്ക് നീ ആളുകളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കണം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഒരു പിതാവിന്റെ വാത്സല്യം ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് എങ്ങനെയാണ് ദീനിൻ്റെതായ താല്പര്യങ്ങൾ കടന്നു വരേണ്ടത് എന്നും അതിനെ എങ്ങനെയാണ് നമ്മൾ മുൻഗണനയിൽ കൊണ്ടുവരേണ്ടത് എന്നതിൻ്റെയൊക്കെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ നമ്മളുടെ മുന്നിലേക്ക് വരികയാണ്. ക്യാമ്പയിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ചില പ്രവണതകളുണ്ട്. ലിബറലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരം പേരുകളിലൊക്കെ അത് പലതരത്തിലുള്ള ചിന്താഗതികളായി നമുക്കിടയിൽ വളരെ വേഗത്തിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ അത് ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരം സംവിധാനങ്ങളെയാണ്, കുടുംബം എന്ന് പറയുന്ന സംവിധാനങ്ങളെയാണ്. കാരണം അതിരുകളില്ലാത്ത ആനന്ദമാണ് ലിബറൽ കൾച്ചർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അതിരുകളില്ലാത്ത ആനന്ദത്തിന് അതിർവരമ്പുകൾ ഉണ്ടാവാൻ പാടില്ല, അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അവിടെ സിസ്റ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എല്ലാ സിസ്റ്റങ്ങൾക്കും അപ്പുറത്ത് അതിരുകളില്ലാത്ത സന്തോഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും ഒരു ലോകത്തേക്ക് ഓരോരുത്തർക്കും പ്രവേശനമുണ്ടാകണം. അതിന് തടസ്സമായി നിൽക്കുന്ന മൂല്യ സങ്കല്പങ്ങൾ തകർക്കപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുന്നത്. ആ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കൂടി അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് പലതരത്തിലുള്ള പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം
കുടുംബം എന്ന് പറയുന്നത് അതൊരു ആണധികാരത്തിന്റെ, പുരുഷാധിപത്യത്തിന്റെ ഒരു ഇടമാണ്. അതുകൊണ്ട് അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ജയിലും നരകവുമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിന് അത് വിലങ്ങുതടിയാണ്. അതുകൊണ്ട് സ്ത്രീകളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആ സംവിധാനങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്നതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കുമുള്ള വിലക്കാണ്. അതുകൊണ്ട് ആ വിലങ്ങുകളിലേക്ക് നിങ്ങൾ തലവെച്ചു കൊടുക്കാതിരിക്കുക, മറിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഇതാ സ്വതന്ത്രമായ ഒരുപാട് ലോകമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ധാരാളക്കണക്കിന് പ്രചരണങ്ങൾ നമുക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൻ്റെതായ സ്വാധീനങ്ങൾ നമ്മൾക്കുള്ളിലും പല രീതിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്കിടയിലും അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവുന്നുണ്ട്. വിവാഹത്തോടുള്ള വിമുഖതകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളോടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറിനോടുള്ള ഒരു നീരസം പലപ്പോഴും പല രീതിയിൽ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ ലിബറൽ ചിന്തകളോടുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിരോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആശയപരമായിട്ട് എങ്ങനെയാണ് ഇസ്ലാം അതിനോട് സംവദിക്കുന്നത് എന്ന് പറയുന്ന ഒരു വശമാണ്. തീർച്ചയായും ക്യാമ്പയിൻ്റെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ അത്തരക്കണക്കിന് ധാരാളക്കണക്കിന് സംസാരങ്ങൾ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ മറ്റൊരു വശമുണ്ട്, അത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന വശമാണ്. കാരണം നമ്മളുടേതായ ഒരു സിസ്റ്റത്തിനകത്ത് കുടുംബ സിസ്റ്റത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ മക്കളെ കുറിച്ച് പലരും ആശങ്ക പറയും, അവർ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നു എന്നൊക്കെ പരിഭവങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത്തരം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നതിന് ലിബറൽ ആശയങ്ങളോടും അത്തരം ചിന്താഗതികളോടും അതിൻ്റെ മേൽ എല്ലാ കുറ്റവും നമ്മൾ പലപ്പോഴും ചാർത്തുന്നുണ്ട്. എന്നാൽ എല്ലാ ആളുകളും ഇങ്ങനെ അത്തരം ചിന്തകൾ വായിച്ചിട്ട്, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ആളുകളായി മാറുന്നതല്ല. പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ പരിസരങ്ങളിൽ നിന്നുണ്ടാകുന്ന കുറെ അനുഭവങ്ങളുണ്ട്. അവർക്ക് പരിചയമുള്ള കുറെ കുടുംബ സിസ്റ്റങ്ങളിൽ നിന്നുള്ള പരിചയങ്ങളുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് ആത്മവിചാരണയോടുകൂടിയാണ് നമ്മൾ ഈ ക്യാമ്പയിനെ കൂടി സമീപിക്കേണ്ടത്. ഇസ്ലാമിലെ കുടുംബ സംവിധാനങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങേണ്ടത് നമുക്കകത്ത് നിന്ന് കൂടിയാണ്. നമ്മൾ പുറത്തുള്ള അത്തരം ചിന്താഗതികളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്തരമൊരു ചിന്താഗതികളിലേക്ക് പോകാനുള്ള അത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മളുടെ സിസ്റ്റങ്ങളായി മാറുന്നുണ്ടോ എന്ന ആലോചനകൾ കൂടി വളരെ പ്രധാനമായി നടത്തേണ്ടതുണ്ട്. അതിനും രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിനെ കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നം കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മളുടെ ചുറ്റും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിനെ വളരെ പൈശാചികവൽക്കരിച്ചുകൊണ്ടുള്ള ധാരാളക്കണക്കിന് പ്രചരണങ്ങൾ നമ്മളുടെ ചുറ്റിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ സോഴ്സുകളിലൂടെ അതിൻ്റെ പല രീതിയിലുള്ള വേർഷനുകൾ നമുക്കിടയിൽ വ്യാപകമാണ്. നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളിൽ, അവർ വായിക്കുന്ന ഇടങ്ങളിൽ, അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ, അവരിടപെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പരിസരങ്ങളിൽ ഒക്കെയും ഇത്തരം ചിന്താഗതികൾ ധാരാളമായിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ പഴഞ്ചനായ ഒരു ആശയമാണ്. അത് പ്രീ മോഡേൺ ആണ്. പ്രീ മോഡേൺ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെയും മോഡേണിറ്റിക്ക് ശേഷമാണ് മനുഷ്യർക്ക് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടായത് എന്നതാണ് പൊതുവെ ഇവിടെ നിലനിൽക്കുന്ന ഒരു ബോധം എന്ന് പറയുന്നത്. അപ്പൊ ആധുനികത രൂപപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യര് പുരോഗമനാത്മകമായി ചിന്തിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ മനുഷ്യർ വിവേചനങ്ങൾക്കെതിരെ ആലോചിച്ചു തുടങ്ങിയത്, നീതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഒക്കെ മോഡേണിറ്റിക്ക് ശേഷമാണ്. അതുകൊണ്ട് പ്രീ മോഡേണായ ആധുനികതയ്ക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ അത് പലതരത്തിൽ വിവേചനങ്ങൾ ഉള്ളതാണ്, ഒരുപാട് അനീതികളുള്ള കാര്യങ്ങളാണ് എന്നതാണ്. ഇസ്ലാം നമുക്കറിയാം തീർച്ചയായും പ്രീ മോഡേണായ ഒരു ആശയമാണ്, അല്ലെങ്കിൽ മോഡേണിറ്റിക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു ആശയമാണ്, മനുഷ്യന്റെ തുടക്കം മുതലുള്ള ആശയമാണ്. അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആധുനിക കാലത്ത് അല്ലെങ്കിൽ മനുഷ്യരെത്തി നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ഈ കാലത്ത് ഇസ്ലാമിനെ പോലെയുള്ള വളരെ ഈ പ്രീ മോഡേണായ വളരെ പഴയ ആശയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൽ ധാരാളമായിട്ട് വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിൽ അനീതി നിലനിൽക്കുന്നുണ്ട്.
അത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും പിന്തുടരാൻ പറ്റാത്ത ഒരാശയമായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അവർ ഊന്നി സംസാരിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇസ്ലാം പുരുഷാധിപത്യപരമാണ്. അവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് അവർ ധാരാളമായി സംസാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വായിക്കുകയും ഇതൊക്കെ നിരന്തരം കേൾക്കുകയും ചെയ്യുന്ന നമ്മളുടെ കുട്ടികളുടെ മനസ്സിലും ഇത്തരത്തിലുള്ള ചില ചിന്തകളൊക്കെ രൂപപ്പെടുന്നത് സ്വാഭാവികമാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ചുറ്റുപാടും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. കാരണം ഒരുപാട് ഉദാഹരണങ്ങളെ മുൻനിർത്തിയിട്ട് ഇസ്ലാമിൽ ഇങ്ങനെ സ്ത്രീക്കും പുരുഷനുമിടയിലെ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിവേചനങ്ങൾ നിലനിർത്തപ്പെടുന്നത് പലപ്പോഴും കുടുംബം എന്ന് പറയുകയും വിവാഹം എന്നൊക്കെ പറയുന്ന സിസ്റ്റത്തിലൂടെയാണ് അത് നിലനിർത്തപ്പെടുന്നത് എന്ന് നിരന്തരമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ അതിനോടുള്ള ഒരു പ്രതിരോധം തീർക്കപ്പെടേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാവണം, നമ്മളുടെ മക്കൾക്ക് പകർന്നു നൽകാനും കഴിയണം. അതെങ്ങനെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത് ഇത് തന്നെയാണ്. എന്താണ് ഇസ്ലാമിന്റെ കാലിക പ്രസക്തി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് മനസ്സിലാക്കലാണ്. കാരണം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷം മുമ്പൊക്കെ ഒരു മനുഷ്യനെ എഴുതിയ ആശയങ്ങള്, പറഞ്ഞ കാര്യങ്ങള്, അതൊക്കെ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ അപ്രസക്തമായിട്ട് നമുക്ക് തോന്നും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. മനുഷ്യന് വികസിക്കുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പഴഞ്ചനായ കാര്യമായിട്ട് ആളുകൾക്ക് തോന്നും. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് ഏതോ ഒരു മനുഷ്യന്റെ ആശയമല്ലല്ലോ, മറിച്ച് അത് ദൈവികമായ ആശയമാണ്. വഹിയാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള വളർച്ചകളെയും മാറ്റങ്ങളെയും കുറിച്ച് അറിയുന്ന, മനുഷ്യൻ ഇനി എത്ര മുന്നോട്ട് പോയാലും, സംസ്കാരങ്ങൾ എത്ര വികസിച്ചാലും, അതുപോലെ നാഗരികതകൾ എത്ര പുരോഗമിച്ചാലും അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹു നൽകിയ ആശയങ്ങളാണ് ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് 6-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, അത് 21-ാം നൂറ്റാണ്ടിലും ഏറെ പ്രസക്തമാണ് എന്ന ഒരു അടിസ്ഥാനപരമായ ബോധ്യം നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ചുള്ള ആലോചനകൾ രൂപപ്പെടുത്തേണ്ടത്. കാരണം എല്ലാ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളെക്കാളും മുകളിൽ നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയമെന്നും എല്ലാ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായ ആശയങ്ങളാണ് ഇസ്ലാമിനുള്ളത് എന്നും അതാണ് മനുഷ്യന്റെ നന്മയ്ക്ക് ഏറ്റവും ഉചിതമായ കാര്യമെന്നുമുള്ള അടിസ്ഥാനപരമായ ഒരു ബോധ്യം നമുക്കുണ്ടാവൽ വളരെ പ്രധാനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ സാഹിത്യകാരന്മാർ വരാറുണ്ട്. അപ്പോ ഒരിക്കല് സാഹിത്യകാരന്മാരൊക്കെ കൂടിയ ഒരു സദസ്സിൽ അവർ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബഷീർ പറയുന്ന മറുപടി, അതെ, ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ ഇസ്ലാം മത വിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, താങ്കളെപ്പോലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് പഴഞ്ചനായ ഒരു ഇസ്ലാമിനെ പോലെയുള്ള ഒരാശയത്തെ താങ്കൾ എങ്ങനെയാണ് പിന്തുടരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ലേ? ഈ സൂര്യനെ കുറിച്ച് നിങ്ങൾ എഴുതാറില്ലേ, നിങ്ങൾ പറയാറില്ലേ? ഈ സൂര്യൻ എത്ര പഴയതാ, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സൂര്യനാണ്. പക്ഷേ ഓരോ ദിവസവും പുലരുമ്പോഴും ആ സൂര്യന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ആരും പറയാറില്ലല്ലോ എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതിലുണ്ടത്. കാരണം സൂര്യൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ആ ദൈവികമായ ഒരു വ്യവസ്ഥയിൽ അവിടെ സൃഷ്ടിച്ചു വെച്ച ഒരു കാര്യമാണ്. അത് മനുഷ്യൻ നിലനിൽക്കുന്നവോളം അല്ലെങ്കിൽ അള്ളാഹു തീരുമാനിക്കുന്നവോളം പ്രസക്തമായി നിലനിൽക്കുന്നത് പോലെ ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമായ ഒരു ആശയമാണ്. ആ ദൈവികമായ ആശയം എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും പ്രസക്തമായിരിക്കും, മനുഷ്യന് ഏറ്റവും നന്മ നിറഞ്ഞതായിരിക്കും എന്ന അടിസ്ഥാനപരമായ ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമതുണ്ടാവേണ്ട ബോധ്യം അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യം എന്താ? നമുക്കൊക്കെയും ഈമാൻ ഉണ്ടാവണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഈമാൻ എന്ന് പറഞ്ഞാൽ ശരിക്കെന്താ? അള്ളാഹ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസം മാത്രമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൽമുണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറബിയിൽ
ഇദ്റാഖു ശൈഇ ബിൽ ഹഖീഖ എന്ന് പറയും. അതായത് ഒരു കാര്യത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയാം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അറിവാണ്, ഏറ്റവും ബൃഹത്തായ ഒരു അറിവാണ്. അപ്പൊ അള്ളാഹ് ഉണ്ട് എന്നത് മനസ്സിലാക്കുക മാത്രമല്ല, ആ ഉള്ള അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ച് ധാരാളമായിട്ട് വിശദീകരിക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളില് ഈമാൻ നിറഞ്ഞു നിൽക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഒന്ന്, അള്ളാഹു ഹക്കീമാണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ചെയ്യുന്നതിലൊക്കെ കൃത്യമായ ഒരു യുക്തി ഉണ്ടാകുമെന്നുള്ളതാണ്, ഒരു ലോജിക് ഉണ്ടാവും എന്നുള്ളതാണ്. പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് അത് ലോജിക് ഇല്ലാത്ത ഒരു മതമാണ് എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഇസ്ലാമിൻ്റെ പല നിയമങ്ങളുടെയും പല മൂല്യങ്ങളുടെയും യുക്തിയെക്കുറിച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻ ഉന്നയിക്കപ്പെടാറുണ്ട്. അതിലെന്ത് യുക്തിയാണുള്ളത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ യുക്തിയെ വിശദീകരിക്കാനായി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് പലതും നമുക്ക് അങ്ങനെയൊക്കെ വിശദീകരിക്കാൻ കഴിയും. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കങ്ങനെ എല്ലാത്തിൻ്റെയും യുക്തി മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അള്ളാഹ് കൽപ്പിച്ച ഒരു കാര്യത്തിലും യുക്തി ഇല്ലാത്തത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ അതിൽ കൃത്യമായ ഒരു യുക്തി ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളുടെയൊക്കെ യുക്തി നമ്മൾ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കാറുണ്ട്, എന്നാൽ എല്ലാത്തിൻ്റെയും അങ്ങനെ മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമില് അനന്തരാവകാശത്തിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും നമുക്കിടയിൽ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില് പുരുഷന് കിട്ടുന്ന അത്ര സ്ത്രീക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വീതം വെപ്പില് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഇരട്ടി ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം എപ്പോഴും ചർച്ചയാവാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനെ യുക്തിപരമായിട്ട് വിശദീകരിക്കാറുണ്ട്. അതെന്താണ്? അത് ഇസ്ലാമിൽ പുരുഷന്മാർക്ക് സാമ്പത്തികമായ അർത്ഥത്തിലുള്ള ബാധ്യതകൾ മുഴുവൻ പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് ബാധ്യതകളില്ല. സ്ത്രീകൾക്ക് കിട്ടുന്ന സമ്പത്തൊക്കെ അവരുടേതായ സമ്പത്താണ്, അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യതയില്ല. പുരുഷന്മാർക്ക് ഒരുപാട് ബാധ്യതയുണ്ട്, അതുകൊണ്ട് അവർക്ക് വിഹിതം കൂടുതലാണ് എന്ന്. ഇത് പടച്ചോൻ ഇങ്ങനെയുള്ളൊരു യുക്തിയൊന്നും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അത്തരം ഒരു യുക്തിയെ വിശദീകരിച്ചിട്ട് ഏകദേശം അതിലൊരു സമാധാനം നമുക്ക് മനസ്സിലാവാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെ വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ കാര്യവും നമുക്ക് അങ്ങനെ കഴിയാറില്ലല്ലോ, അങ്ങനെ കഴിയണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് മരിച്ചാൽ സ്ത്രീ ഇദ്ദയിരിക്കണം, അല്ലെങ്കിൽ തൊലാക്ക് ചെല്ലപ്പെട്ടാൽ സ്ത്രീ ഇദ്ദയിരിക്കണം, പുരുഷന്മാർക്ക് ഇദ്ദയിരിക്കേണ്ടതില്ല. അപ്പോ എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? മുമ്പത്തെ പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് അത് സ്ത്രീകൾ ഗർഭിണിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലയളവാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാലയളവ് വെച്ചത് എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരാൾ പറയാണ്, ഇന്നിപ്പോൾ ഒരു സ്ത്രീയെ ടെസ്റ്റ് ചെയ്താൽ അറിയാം പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ ഭർത്താവ് മരിച്ച് ആ സ്ത്രീ ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭിണിയല്ല എന്ന് മനസ്സിലായി, അപ്പോൾ ഇത് ഇരിക്കേണ്ടതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് ദൈവികമായ ഒരു നിയമമാണ്. അത് ഗർഭിണിയാണോ എന്ന് അറിയാനാണ് ഇദ്ദ എന്നത് ആര് പറഞ്ഞതാ? പടച്ചോൻ പറഞ്ഞിട്ടില്ല, അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടില്ല. അത് നമ്മളുടേതായ ഒരു യുക്തിയിൽ പലരും ആലോചിച്ച് എത്തിയ ഒരു കാര്യമാണ്. പക്ഷേ അത് എല്ലാ ആ യുക്തി എല്ലാ അതിനപ്പുറമുള്ള ഒരു കാലം വന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പടച്ചോൻ കൽപ്പിച്ച ഒരു കാര്യമാണല്ലോ, അതിൽ പടച്ചോൻ ഉദ്ദേശിച്ച എന്തോ ഒരു യുക്തി ഉണ്ടാകും, എന്തോ ഒരു നന്മ ഉണ്ടാകും. അതെനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇതും വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പല വിമർശനങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ഒരു അടിത്തറയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതായത് അള്ളാഹ് കൽപ്പിച്ച ഒരു കാര്യത്തിൽ എന്തായാലും ഒരു യുക്തി ഉണ്ടാവും. അതിപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതാണ്, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ലോകത്തുനിന്നേ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, പരലോകത്തെത്തിയാൽ അതൊരു ഹൈറായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? അള്ളാഹു ഒക്കെയും നമ്മളുടെ നന്മക്ക് വേണ്ടിയിട്ടേ കൽപ്പിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കൽ ഈമാനിന്റെ ഭാഗമാണ്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു തആല നീതിമാനാണ് എന്ന് മനസ്സിലാക്കലാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും തുല്യരാണ്. അള്ളാഹ് ആണുങ്ങളോട് പ്രത്യേകിച്ച് എന്തോ സ്നേഹമോ താല്പര്യമൊന്നുമില്ല, പെണ്ണുങ്ങളോട് എന്തോ ഒരു വിവേചനവുമില്ല. അതുകൊണ്ട് അള്ളാഹുവെ കുറിച്ച് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നീതിമാനാണ്.
അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ എന്തോ ഒരു വിവേചനമുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ ഒരു യുക്തിയുടെയും ഒരു മനസ്സിലാക്കുന്നതിന്റെയും പ്രശ്നം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നീതിപൂർവമായ കാര്യങ്ങളെ നമ്മളോട് കൽപ്പിക്കുകയുള്ളൂ. ഇതൊക്കെയും ഈമാനിന്റെ അടിസ്ഥാനങ്ങളാണ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ഈ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മളുടെ മക്കൾക്ക് അത് പകർന്നു നൽകുക എന്നത് ഈ ലിബറൽ ചിന്തകളെ പ്രതിരോധിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈമാനികമായ ഒരു ബോധ്യം നമുക്കുണ്ടാവുക. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന ആശയം എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമായ, മനുഷ്യനിർമ്മിതമായ, മനുഷ്യരുടെ എല്ലാ ചിന്തകൾക്കും മുകളിൽ നിൽക്കുന്ന ആശയമാണ് എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഹൈറായത് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. അള്ളാഹ് ഒരിക്കലും ഒരു വിവേചനപരമായിട്ടുള്ള ഒരു കാര്യം എന്നോട് കൽപ്പിക്കുകയില്ല എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രയും അന്വേഷണങ്ങളാകാം, എത്രയും ചിന്തകളാകാം, അത്തരം ആലോചനകളാകാം. അതൊക്കെയും ഈ ഒരു അടിസ്ഥാനപരമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ലിബറലിസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളിൽ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് പ്രായോഗികമായ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളൊക്കെയും കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ്. നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എത്രമാത്രം ഇസ്ലാമികമാണ് എന്നത് ആലോചിക്കൽ വളരെ പ്രധാനമാണ്. നമുക്കറിയാലോ, നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമമുണ്ട്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹിക ക്രമത്തിലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഏറെ ആദരിക്കപ്പെടുന്നവരാണ്, അവർ സംരക്ഷിക്കപ്പെടുന്നവരാണ്, അവരുടെ വ്യക്തിത്വം മാനിക്കപ്പെടുന്നതാണ്. ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ നിയമങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് അധിക ബാധ്യതകളില്ല, അവർക്ക് സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളില്ല, അവർ പല അർത്ഥങ്ങളിൽ ഒരുപാട് അവകാശങ്ങൾ ധാരാളമായി ലഭിക്കുന്ന ഒരു കൂട്ടരാണ്. അവിടെ അത്തരം ഒരു സാഹചര്യത്തിൽ അത് പ്രായോഗികമായി അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരിക്കലും ഒരു വിവേചനമാണ് എന്ന് അനുഭവപ്പെടുകയില്ല. എന്നാൽ നമ്മളുടെ സാമൂഹിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ഈ ഇസ്ലാം വിഭാവന ചെയ്യുന്ന അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക ക്രമമല്ല നമ്മളുടെ നാട്ടിലുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുഭാഗത്തൊക്കെ നിലനിൽക്കുന്നത്. അവിടെ പലപ്പോഴും സ്ത്രീക്ക് അമിതമായ ധാരാളമായ അർത്ഥത്തിലുള്ള ബാധ്യതകൾ വരികയാണ്, സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും വരികയാണ്, അവരുടെ അവകാശങ്ങൾ പലപ്പോഴും ഹനിക്കപ്പെടുകയാണ്. അതിൻ്റെ ഇടയിൽ ഇസ്ലാമികമായ നിയമങ്ങൾ കൂടി അതിനോട് ചേർത്ത് വെക്കുമ്പോൾ വളരെ വിവേചനപരമായിട്ട് അത് തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതിനെ മറികടക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളുടെ കുടുംബത്തിനകത്തെങ്കിലും ഇസ്ലാം വിഭാവന ചെയ്യുന്ന ആ ഒരു ഇസ്ലാമിൻ്റെ ആ ഒരു ഭാവനയെ പ്രായോഗികവൽക്കരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പല കുട്ടികൾക്കും ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ വിവാഹത്തോട് വിമുഖത തോന്നുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അത്തരം ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളോട് ഒരു അകൽച്ച രൂപപ്പെടുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രാക്ടീസിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ്. പലപ്പോഴും മുമ്പ് നമ്മുടെ നാട്ടിൽ SIO ഒരു ക്യാമ്പ് നടത്താറുണ്ട്, ഗൾഫ് സ്റ്റുഡൻസിനുള്ള ക്യാമ്പ് നടത്താറുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത സമയത്ത് ആ ക്യാമ്പിലെ സംസാരം കഴിഞ്ഞിട്ട് അവിടുത്തെ പെൺകുട്ടികൾ, ധാരാളമായ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ വന്നു. എന്നിട്ട് ആ പെൺകുട്ടികൾ പല പരാതികളും പറയാണ്. അപ്പൊ അവർക്ക് കാര്യമായിട്ട് പറയാനുള്ള പരാതി അവരുടെ രക്ഷിതാക്കളെ കുറിച്ചാണ്, അവരുടെ മാതാപിതാക്കളെ കുറിച്ചാണ്. ഗൾഫിൽ വളർന്ന മക്കളാണ്. അവർ പറയുന്നത് മുഴുവൻ മാതാപിതാക്കളെ കുറിച്ചുള്ള പരാതികൾ അവർ ധാരാളമായിട്ട് ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിനകത്ത് എങ്ങനെയാണ് നമ്മളുടെ മക്കളെ വളർത്തുന്നതിൽ, അതുപോലെ തന്നെ അവരോടുള്ള സമീപനങ്ങൾ രൂപപ്പെടുന്നത് എന്നതാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു നാട്ടുനടപ്പിന് കുറേ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ നാട്ടുനടപ്പ് എന്ന രീതിയിൽ പല കാര്യങ്ങളെയും നമ്മൾ അതിനെ ചേർത്ത് വെക്കുമ്പോൾ സംഭവിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ മനോഹരമായ പല സങ്കല്പങ്ങളെയും അത് തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അവിടെ പലപ്പോഴും സ്ത്രീകൾ വിവേചനത്തിന് ഇരയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഇസ്ലാം എങ്ങനെയാണ് ഒരു സ്ത്രീയെ കാണുന്നത് എന്നുള്ളതാണ്. പെൺകുട്ടികൾ ഉണ്ടാവുക എന്നത് അനുഗ്രഹമായിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വഴിയായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ പെൺകുട്ടികളോടുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഇസ്ലാം അടിസ്ഥാനപരമായി മാറ്റുന്നത്. നമ്മളുടെ നാട്ടിലുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്?
മുമ്പൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ തന്നെ വലിയൊരു ബാധ്യതയായി എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി രൂപപ്പെടുന്നുണ്ട്. കാരണം അവരെ വിവാഹം ചെയ്തയക്കണമല്ലോ എന്ന് പറയുന്നത് എന്തോ അർത്ഥത്തിലുള്ള ഒരു ഭാരമായി, ബാധ്യതയായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു സാമൂഹിക ക്രമം ആര് സൃഷ്ടിച്ചതാണ്? ഇസ്ലാം അതിനെയാണ് തിരുത്തിയത്. പെൺകുട്ടികൾ ഉണ്ടാകുന്നത് സന്തോഷമായും സൗഭാഗ്യമായും മനസ്സിലാക്കണം എന്നിടത്ത് നിന്ന് ഇസ്ലാമിന്റെ തിരുത്തൽ ആരംഭിക്കുന്നുണ്ട്. വിവാഹപ്രായമെത്തുന്നത് വരെ അവരെ വളർത്തുന്നത് നമ്മളുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാകുമെന്ന് പറയാണ്. വിവാഹത്തിന്റെ സമയത്ത് അവരുടേതായ സ്വാതന്ത്ര്യത്തെ, തെരഞ്ഞെടുപ്പിനെ മാനിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെ മാനിക്കാതെ അവരിൽ അത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അവരുടേതായ അവകാശത്തിൽ കൈകടത്തലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കുറെ കാലം അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പം അതിനൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെയും അവരോട് യാതൊരു തരത്തിലുള്ള കൂടിയാലോചനയും നടത്താതെ മുമ്പത്തെ തലമുറയിലൊക്കെയുള്ള ആളുകളെ മാതാപിതാക്കള് അങ്ങനെ നിർബന്ധപൂർവം അവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റമായിട്ടായിരുന്നു നമ്മളിലൊക്കെ നിലനിന്നിരുന്നത്. ഇന്ന് അതിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നത് നമ്മൾ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, വിവാഹ സമയത്ത് മഹർ എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ അവകാശമാണല്ലോ. ആ പെൺകുട്ടിക്ക് അത് അവർ ചോദിക്കുന്ന മഹർ കൊടുക്കണം എന്നാണ്. അപ്പൊ അവർ ചോദിക്കുന്ന മഹർ കൊടുക്കണം എന്ന ഒരു കാര്യം നിലനിൽക്കെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോ ഒരു പെൺകുട്ടി ആവശ്യപ്പെടാണ്, മഹർ ആവശ്യപ്പെടുക, ഇത്ര എനിക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടാൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? അതായത് അത് അവരുടെ അവകാശമാണ് എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയാണ് എനിക്ക് ഇന്നത് മഹർ കിട്ടണം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ഇസ്ലാമികമായ അവകാശമാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരു മാനസികാവസ്ഥ എത്ര പേർക്ക് ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് നമ്മളുടെ വീട്ടകങ്ങൾ പെരുമാറുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കുറച്ചു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പല ആത്മഹത്യകളെയും കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരുപാട് ആത്മഹത്യകൾ, മുസ്ലിം സ്ത്രീകൾ നടത്തിയ ആത്മഹത്യകൾ, അതിൻ്റെയൊക്കെ കാരണങ്ങൾ പലപ്പോഴും ഗാർഹിക പീഡനങ്ങളാണ്. ഈ ഗാർഹിക പീഡനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു മരുമകളോടുള്ള അവരുടെ പെരുമാറ്റങ്ങൾ, അത് ഭർത്താവിൻ്റെ മാത്രമല്ല ഭർത്താവിൻ്റെ ഉമ്മയുടെ അടക്കമുള്ള പെരുമാറ്റങ്ങളിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഇവരുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞ് വരുന്ന സ്ത്രീകളുടെ ആഭരണങ്ങളൊക്കെ അമ്മായിമ്മ ഊരി വെക്കും, അവരുടെ കസ്റ്റഡിയിൽ വെക്കും. ഇത് എവിടുന്ന് പഠിച്ചതാണ്? കാരണം ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അത് സ്ത്രീകളുടെ സമ്പത്താണ്, അത് ഭർത്താവിന് പോലും അവകാശമില്ല എന്നാണ്. കാരണം അത് സ്ത്രീയുടെ മാത്രം സമ്പത്താണ്. അവരുടെ അനുവാദവും അവരുടെ സമ്മതവും ഇല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളുടെ ഒരു നാട്ടു നടപ്പ് പോലെയുള്ള സിസ്റ്റത്തിനകത്ത് അത് പലപ്പോഴും അമ്മായിമ്മമാരുടെ കൈവശമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാനുള്ള ഒരു സമ്പത്തായി അതിനെ മനസ്സിലാക്കുന്നു. പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ അടുപ്പവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അത് ഇങ്ങനെ ഒരു അട്ടിമറി പലപ്പോഴും അതിൽ നടക്കാറുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു അനീതി സ്ത്രീകളോട് സംഭവിക്കുകയാണ്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ കുടുംബ സിസ്റ്റത്തിനകത്ത് നമ്മളെപ്പോഴും വളരെ വളരെ മൂല്യവത്തായ ഒരു സങ്കല്പമായി പറയുന്ന ഒരു കാര്യമാണ് കൂട്ടുകുടുംബ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിനകത്ത് തന്നെ എല്ലാവരും താമസിക്കുന്ന, ഒരു വീട്ടിൽ തന്നെ എല്ലാവരും താമസിക്കുന്ന ഒരു സിസ്റ്റം വളരെ മഹത്തരമായിട്ട് പലപ്പോഴും അവതരിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കുടുംബ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു കാര്യമാണത്. അതിൽ പലപ്പോഴും വിരുദ്ധം വരുന്നത് ഇസ്ലാം, അതിൽ 2-3 വശങ്ങളുണ്ട്. ഒന്ന് ഇസ്ലാമിൻ്റെ ഒരു ധാർമ്മികപരമായ അധ്യാപനങ്ങളാണ്. കാരണം സൂറത്തുൻ നൂർ നമ്മൾ വായിച്ചാൽ നമ്മളുടെ അത്തരം കൂട്ടുകുടുംബ സിസ്റ്റത്തിനകത്ത് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ പടച്ചോ മുന്നോട്ട് വെക്കുന്നത് കാണാൻ കഴിയും. കാരണം പരസ്പരം കാണാനും അതുപോലെ തന്നെ പരസ്പരം ഇടപഴകാനുമൊക്കെ പല രൂപത്തിൽ ധാർമ്മികമായ പരിധികളുള്ളവർ അത് പാലിക്കപ്പെടാൻ പലപ്പോഴും കഴിയാത്ത അന്തരീക്ഷം കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ധാർമ്മികതയുടെ അടിത്തറയിൽ നോക്കുമ്പോൾ കൂട്ടുകുടുംബ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്ന് ദമ്പതികളുടെ പ്രൈവസിയാണ്. കാരണം ഇസ്ലാം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇണതുണകൾക്ക് ഉണ്ടാവേണ്ട ഒരു പ്രൈവസി ഉണ്ട്. കാരണം വിവാഹ ബന്ധം എന്ന് പറയുന്നത് മറ്റെല്ലാ ബന്ധങ്ങളിലേക്കാളും ഒരു മുകളിൽ നിൽക്കുന്ന ഒരു ബന്ധം കൂടിയാണ്. കാരണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം
ഏറെ പവിത്രമാണ് എന്ന് നമുക്കറിയാം. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും പവിത്രമാണ്. പക്ഷേ അതിനൊക്കെയും എവിടെയൊക്കെയോ ചില അതിർവരമ്പുകളുണ്ട്. എന്നാൽ വിവാഹത്തിലൂടെ രൂപപ്പെടുന്ന ബന്ധത്തിന് മാനസികവും ശാരീരികവുമായ അതിർവരമ്പുകളില്ലാത്ത ഒരു ബന്ധമാണ്. ആ അതിർവരമ്പുകളില്ലാത്ത ബന്ധത്തെ പരസ്പരം അനുഭവിക്കാനും പരസ്പരം ചേർത്ത് വെക്കാനുമൊക്കെ അവർക്ക് കഴിയണം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായിരുന്നു എന്ന് ധാരാളമായിട്ട് കേൾക്കാറും വായിക്കാറുമൊക്കെയുണ്ട്. എന്നാൽ അത് പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം പലപ്പോഴും നമ്മളുടെ വീടകങ്ങളിൽ ഉണ്ടാവാറില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ ഇണയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം അത് ഏറ്റവും സുന്ദരമായ സ്വതക്കയാണ്. അങ്ങനെ ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷം. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ കുടിച്ച പാത്രത്തില് അതേ ഭാഗത്ത് ചുണ്ട് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കുടിക്കുമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ഹദീസുകളിൽ പഠിക്കുകയാണ്. ഇതൊക്കെ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ പരസ്പര ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന കൂട്ടുകുടുംബ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമുക്കിത് പ്രാവർത്തികമാക്കാൻ കഴിയുക? അതുകൊണ്ട് പ്രൈവസി എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പൊ നമ്മളുടെ ഒരു സിസ്റ്റത്തെ കുറിച്ച് ആലോചിക്കാം. വിവാഹം കഴിഞ്ഞ ദമ്പതികള് വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്? കുടുംബത്തിനോട് സ്നേഹമില്ലാത്തവർ എന്ന് കുറേ കാലം അങ്ങനെയാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അതായത് വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് അവര് എങ്ങനെയോ മാറി താമസിക്കുകയോ മറ്റോ ചെയ്താല് അതിനെ ഒരു തെറ്റായ പ്രവണതയായിട്ട് പലപ്പോഴും കാണും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മാതാപിതാക്കൾ നോക്കേണ്ടതില്ല എന്നുള്ളതല്ല. മാതാപിതാക്കൾക്ക് ആവശ്യമുണ്ടാകുമ്പോഴും നമ്മളുടെ സാന്നിധ്യം ആവശ്യമുണ്ടാവുമ്പോഴൊക്കെ നമ്മൾ അവിടെ ഉണ്ടാവണം. അതേസമയം ദാമ്പത്യ ജീവിതത്തിന്റെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് അവരുടേതായ ഇടങ്ങൾ ഉണ്ടാവുക. പിന്നെ ഒരുപാട് പഠനങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും, ഈ പലപ്പോഴും വിവാഹം എന്ന് പറയുന്നത് കുറെ കഴിഞ്ഞിട്ട് നടക്കുന്ന പലയിടങ്ങളുണ്ട്. ഇപ്പൊ കശ്മീരിലും മറ്റൊക്കെ കുറെ കഴിഞ്ഞിട്ട്. അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഇവര് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ആയിട്ടാണ് വിവാഹം കഴിക്കാം. അങ്ങനെ എല്ലാവർക്കും കഴിയില്ലല്ലോ, സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വിവാഹം കഴിക്കാൻ കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തങ്ങളായ അടുക്കളകളുണ്ട്. അത് പലയിടത്തും ഉണ്ട്. ഉത്തരേന്ത്യയിൽ പലയിടത്തും ഒരു വീട്ടിൽ 2-3 അടുക്കളകൾ ഉണ്ടാവും. അതെന്തിനാ? വിവാഹം കഴിക്കുന്ന ഓരോ മക്കൾക്കും അവരുടേതായ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ വ്യത്യസ്തങ്ങളായ അടുക്കളകൾ. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിലൊക്കെ അത് ഉണ്ടായാൽ പിന്നെ കുടുംബകലഹായി. കാരണം ഇത് മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടേതായ ഒരു സ്വകാര്യതയിൽ ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം. പറഞ്ഞു വന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബാന്തരീക്ഷത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ പലപ്പോഴും വിവാഹത്തോടും അതുപോലെ കുടുംബ ജീവിതത്തിനോടുമുള്ള ഒരു വിമുഖത സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് തിരുത്തപ്പെടേണ്ടത് ഈ പറയുന്ന ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായോഗികമായി നമുക്കിടയിൽ അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇപ്പോ നമ്മൾക്കറിയാം, റെസ്പെക്ട് ചെയ്യുക ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം, പുരുഷന്മാരെ സ്ത്രീകൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് വേണ്ടതാണ്. കാരണം ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ ഒരുപാട് ഭാഗം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, വിയർപ്പൊഴുക്കിക്കൊണ്ടിരിക്കുന്ന, ധാരാളക്കണക്കിന് ടെൻഷനുകളിലൂടെ അസ്വസ്ഥതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന പുരുഷന്മാരോടുള്ള ഒരു ബഹുമാനം സ്ത്രീകൾക്ക് ഉണ്ടാവണം. എന്നാൽ ഇതേ റെസ്പെക്ട് എന്ത് വേണം? തിരിച്ചുണ്ടാവണം എന്നാണ്. കാരണം ഇസ്ലാം കുടുംബത്തെ കാണുന്നത്, അവിടുത്തെ ബാധ്യതകളെയും അവകാശങ്ങളെയും കാണുന്നത് പരസ്പര പൂരകമായിട്ടാണ്. അതായത് രണ്ടുപേരും നിർവഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ വാല്യൂ രണ്ടുപേർക്കും തുല്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ജോലി ചെയ്യുകയും വരുമാനമുണ്ടാക്കുകയും കുടുംബത്തെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പുരുഷന്മാർ നിർവഹിക്കുന്ന ജോലി വളരെ മഹത്തരവും, എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, മക്കളെ വളർത്തുന്ന, അത്തരം കാര്യങ്ങളുമായി നടക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നത് വില കുറഞ്ഞ ഒരു കാര്യവുമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. മറിച്ച് രണ്ടും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ്. ഇപ്പൊ നമ്മൾക്കറിയാലോ, ഇപ്പൊ ഖുർആന് ഒരു പ്രഗ്നന്റ് ആവുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം വഹ്നൻ അല വഹ്നൻ എന്നാണല്ലോ. പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭധാരണത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നാണ്. വഹ്ന് എന്ന അറബി പദത്തിന്റെ അർത്ഥം ശാരീരികവും മാനസികവുമായ പ്രയാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രഗ്നന്റായ ഒരു സ്ത്രീ കടന്നു പോകുന്ന ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഖുർആനിൽ ഒരിടത്തും
ഒരു പുരുഷൻ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അതിനേക്കാൾ വലിയ ഒരു പ്രയാസമാണ് ഇത് എന്നതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം, ആ ഒരു ഗർഭധാരണത്തിന്റെ ഒടുവില് പ്രസവം എന്ന് പറയുന്ന അതിസങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രസവം കഴിഞ്ഞ തീർന്നോ? ഇല്ല. പിന്നെ ആ ഒരു കുഞ്ഞിനെ വളർത്ത് വലുതാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 വർഷം അതിൻ്റെതായ ഒരുപാട് ചുറ്റുപാടുകളിലൂടെ ഓരോ സ്ത്രീയും കടന്നു പോവുകയാണ്. അവരുടെ ശരീരത്തിൻ്റെയും അവരുടെ മനസ്സിൻ്റെയും ഒക്കെ ഒരുപാട് തരത്തിലുള്ള ഭാഗങ്ങൾ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് നടക്കുന്നത്. അങ്ങനെ 2-3 ഒക്കെ പ്രസവങ്ങൾ കഴിഞ്ഞ ഒരു സ്ത്രീയോട് ഒരു പുരുഷന് എത്രമാത്രം ബഹുമാനം ഉണ്ടാവണം, എത്രമാത്രം റെസ്പെക്റ്റ് ഉണ്ടാവണം. കുടുംബത്തിനകത്ത് മറ്റൊരു കാര്യവും അവർ നിർവഹിച്ചില്ലെങ്കിൽ ഇത് മാത്രം നിർവഹിച്ചാൽ തന്നെ അവരോടുള്ള ബാധ്യതകൾ എന്ന് അവരോടുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അത്രയും വലുതാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കുടുംബത്തിനകത്ത് നോക്കുമ്പോൾ സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ റെസ്പെക്റ്റിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, പലപ്പോഴും നമ്മളുടെ ഒരു വീടകങ്ങളിൽ ഇപ്പോൾ പുരുഷന്മാർക്കും ഇതിൽ ബാധ്യത ഉണ്ടല്ലോ. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട്, മക്കളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട് കുറേ ബാധ്യതകളുണ്ട്. പക്ഷെ ആ ബാധ്യതകളിൽ പലപ്പോഴും പുരുഷന്മാരുടെ തിരക്കുകൾ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അത് നിർവഹിക്കുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. ഇപ്പൊ വീട്ടുജോലികളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ഫിഖയിൽ ഒരുപാട് ചർച്ച ഉണ്ട്. ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്, വീട്ടിലെ പണികളുടെ ഉത്തരവാദിത്തം ആർക്കാണ്, ഭക്ഷണം ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി സ്ത്രീകൾക്കുണ്ടോ എന്നുള്ള കുറെ ചർച്ചകളൊക്കെ ഉണ്ട്. ആ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അടിസ്ഥാനപരമായി ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുക എന്നതിൻ്റെ ഉത്തരവാദിത്തം പുരുഷനാണെന്നുള്ളതാണ്. കാരണം പുരുഷന്റെ ബാധ്യതയാണല്ലോ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് പൈസ ആയിട്ട് കൊടുത്താൽ മതിയോ, സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതിയോ എന്ന ചർച്ച ഉണ്ട്. അപ്പൊ അതിലും പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് മാത്രമായില്ല, കഴിക്കാൻ പാകത്തിൽ ഭക്ഷണം ഒരു വീട്ടിൽ ഉണ്ടാവുക എന്നതിൻ്റെ ഉത്തരവാദിത്തം പുരുഷനാണ്. അതിനിപ്പോ ആ സ്ത്രീകൾ നിർവഹിക്കുകയാണെങ്കിൽ ഓക്കെ, അവർ നിർവഹിച്ചോട്ടെ, പക്ഷെ അവരുടെ ബാധ്യത അല്ല. എന്നാൽ അവർ പറയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം, പക്ഷെ അതിന് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഫിഖീന്റെ പുസ്തകങ്ങളിലുണ്ട്. കാരണം എന്താ, അതിന്റെ ബാധ്യത വരുന്നത് പുരുഷനായതുകൊണ്ടാണ്. ഇതിപ്പോ കുടുംബം നന്നാക്കാൻ പോയിട്ട് അത് അടിയാവോന്ന് ആലോചിക്കേണ്ടതില്ല. കാരണം അങ്ങനെ കുറെ വശങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം, പലപ്പോഴും നമ്മളുടെ കുടുംബത്തിനകത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ സഹായിക്കലാണ്. പല കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയത് അവരത് ചെയ്തോളും. കാരണം അവർക്കത് മനസ്സിലാവുമല്ലോ, അവരിതൊക്കെ നിർവഹിക്കും. പക്ഷെ അതിൻ്റെ ഒരു റെസ്പെക്റ്റും പരിഗണനയും കൊടുക്കുക, നമ്മൾക്കിടയിലുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അത് കണ്ടു വളരുന്ന മക്കൾക്കും ഈ കുടുംബത്തിനോടൊരു താല്പര്യമുണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും. അവർക്കും കുടുംബജീവിതം എന്ന് പറയുന്നത് സന്തോഷകരമായി അനുഭവപ്പെടണം. കുടുംബജീവിതത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത് ഭൗതികമായും ആത്മീയമായും ഒക്കെ നമുക്കൊരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ് എന്ന ഒരു ഫീലിലേക്ക് നമ്മളുടെ മക്കളെ കൊണ്ടെത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ വീടകങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആശയപരമായി ലിബറലിസത്തെ ഒരു വശത്ത് ചോദ്യം ചെയ്യുകയും എന്നാൽ നമ്മളുടെ വീടകങ്ങൾ എന്ന് പറയുന്നത് ആ രൂപത്തിലാവാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനം ഉണ്ടല്ലോ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിൽ നിങ്ങൾ വിവേചനങ്ങൾ കാണിക്കരുത് എന്ന് കൃത്യമായ അധ്യാപനങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പോ ഇസ്ലാമിന്റെ ചില അടിസ്ഥാനങ്ങൾ, സ്ത്രീകളുമായും പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് വിവേചനമല്ല. എന്നാൽ അതേസമയം വിവേചനം കാണിക്കാൻ പാടില്ലാത്ത ചിലയിടങ്ങളിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പോ പലപ്പോഴും നമ്മൾ പെൺകുട്ടികൾ ചെറുതായിട്ട് വലുതാവുമ്പോഴേക്ക് നമ്മൾ അവരെ കൊണ്ട് വീട്ടുജോലികളൊക്കെ എടുപ്പിക്കും, അവരോട് പാത്രം കഴിപ്പിക്കും, അതുപോലെ തന്നെ വീടിൻ്റെ വൃത്തിയാക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയും. പക്ഷെ ആൺകുട്ടികളോട് പലപ്പോഴും നമ്മൾ അങ്ങനെ ശീലിപ്പിക്കാറില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആൺകുട്ടികളെ കൊണ്ട് അത് ശീലിപ്പിക്കാറില്ല. പക്ഷെ നമ്മൾ മറുവശത്ത് പഠിപ്പിക്കുകയാണ്, അള്ളാന്റെ റസൂല് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, വീട്ടിൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് സുന്നത്താണ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അതിനനുസരിച്ച് നമ്മളെ മക്കളെ വളർത്താറില്ല. നമ്മൾ ആൺകുട്ടികളെയും അങ്ങനെ വളർത്തണം. കാരണം അവരിങ്ങനെ വളർന്നു വലുതാകുമ്പോൾ അവർ കഴിച്ച പാത്രമെങ്കിലും അവരെ കൊണ്ട് കഴുകി വെപ്പിക്കണം. കാരണം എന്താ, അതൊക്കെ അവർ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവർ മനസ്സിലാവും എനക്കിവിടെ എന്താ പണി എന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഈ വാല്യൂ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം നമുക്കിടയിൽ രൂപപ്പെടുത്തുമ്പോൾ, അതിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോൾ നമ്മളുടെ മക്കൾ സ്വാഭാവികമായും കുടുംബജീവിതത്തെ ഇഷ്ടപ്പെടും.
അതിലേക്ക് അവരും ആഗ്രഹിക്കും, അതിൻ്റെ ദീനീപരമായ നന്മകൾ അവർ ഉൾക്കൊള്ളും. അങ്ങനെയാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഭദ്രത നിലനിൽക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്കറിയാം, കുടുംബം എന്നതൊരു അമാനത്താണ്, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളൊരു വ്യക്തി മാത്രമല്ല, ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ. നമ്മളെ ആളുകൾ നോക്കുന്നത് ഒരു വ്യക്തി മാത്രമായിട്ടല്ല, ഒരു വിശ്വാസി എന്ന നിലക്ക് ഇസ്ലാമിക ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മളുടെ കുടുംബത്തെ ഏറ്റവും സുന്ദരമാക്കുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകുന്നത് ഇസ്ലാമിനു കൂടിയാണ്. നമ്മളൊരു കുടുംബത്തെ മോശമായി പരിപാലിക്കുമ്പോൾ അതിൻ്റെ ദോഷമുണ്ടാകുന്നത് ഇസ്ലാമിനു കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഇസ്ലാമികമായ അന്തരീക്ഷം രൂപപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെതായ നന്മകൾ ചുറ്റിലും പ്രസരിപ്പിക്കുവാൻ എനിക്ക് കഴിയും, അല്ലെങ്കിൽ അങ്ങനെ കഴിയണം എന്ന ബോധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു അമാനത്താണ്. അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ പോവുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉണ്ടാകണമെന്നാണ്. ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഓതിയ വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്വർഗത്തിലേക്ക് മലായിക്കത്തുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല മക്കളെ, ഏറ്റവും നല്ല ഉമ്മമാരെ, ഏറ്റവും നല്ല ഉപ്പമാരെ ഒക്കെ ഇങ്ങനെ കുടുംബസമേതം അള്ളാഹുവിൻ്റെ ആ ജന്നാത്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ സ്വാഗതം ചെയ്തിട്ട് മലക്കുകൾ വിളിക്കുന്നുണ്ടാകും. നമ്മളുടെ സ്വപ്നത്തിലും അതുണ്ടാവണം. ആ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടാവണം. ആ പ്രിയപ്പെട്ടവരോടൊപ്പമൊക്കെ ഒരുമിച്ച് അള്ളാഹുവിൻ്റെ അനശ്വരമായ ആ സ്വർഗത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയണം എന്നൊരാഗ്രഹം എപ്പോഴും നമ്മളുടെ കുടുംബത്തെക്കുറിച്ചുണ്ടാകണം. അത് പ്രാർത്ഥനകളായി, അത് പ്രായോഗികമായ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ, നമ്മളുടെ മക്കളോടുള്ള കടപ്പാടുകൾ, ഇണതുണകൾ തമ്മിലുള്ള കടപ്പാടുകൾ, അതൊക്കെയും ഏറ്റവും സുന്ദരമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.